ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നതേ നമ്മുടെ ഒരു ഫലനോപ്സിസിന്റെ ചെടിയെ മാറ്റി നടുന്നൊരു രീതിയാണ്. സാധാരണ നമ്മൾ ഫലനോപ്സിസിനെ മാറ്റി നടുന്നതെന്ന് പറയുന്നത് അതിനെന്തെങ്കിലും രോഗങ്ങൾ പിടിക്കുമ്പോഴോ അതല്ലെങ്കിൽ പുതിയ പ്ലാന്റിനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പൂക്കളൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ അതിനെ മാറ്റി നടാനായിട്ട് നോക്കും. എൻ്റെ ഈ ഫലനോപ്സിസിന്റെ ചെടിയെന്ന് പറഞ്ഞാൽ ഞാനൊരു 20 വർഷമെങ്കിലും മുമ്പേ 50 രൂപ ഒരെണ്ണത്തിന് വെച്ചിട്ട് കൊടുത്ത് വളർത്തിയെടുത്തിരിക്കുന്ന ഫലനോപ്സിസാണ്. കുറച്ചൊക്കെ എനിക്ക് നഷ്ടപ്പെട്ടു പോവുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഇതിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കാതെ അവിടെ എവിടെയൊക്കെ ഇട്ടിരുന്ന് വെള്ളം വീണും ഇതിന് ഒരു കാരണവശാലും ഇതിൻ്റെ ഇലക്കവളുകളിൽ കൂടെ ഉള്ളിലേക്ക് വെള്ളം വീഴാതെ നോക്കണം. ശരിക്കും പറഞ്ഞാൽ നമ്മൾ വെള്ളം വീഴാത്ത ഒരു സ്ഥലത്ത് ഇതിനെ ഇട്ട് വളർത്തി വെക്കുന്നതാണ് നല്ലത്. നമ്മൾ കൊടുക്കുന്ന വെള്ളമേ ആകാവുള്ളൂ. അപ്പോൾ എൻ്റെ ഫലനോപ്സിസിൻ്റെ ചെടികളെന്ന് പറഞ്ഞാൽ അത് ഇത്രയും എണ്ണങ്ങൾ മാത്രമാണ് എനിക്കിപ്പോൾ ഉള്ളത്. കുറച്ചൊക്കെ പോയതിന് ശേഷം ഇതെല്ലാം ഞാൻ ഈ പറഞ്ഞതുപോലെ 10-20 വർഷത്തോളം പഴക്കമുള്ള കുഞ്ഞു കുഞ്ഞു ചെടികൾ മേടിച്ചെടുത്തതാണ്. അപ്പം ദേ ഇവിടെ നിന്ന് നമ്മൾ നോക്കുവാണെങ്കിൽ അറിയാം, ദേ ഇതും എന്താ ഇവിടെ വന്നപ്പോൾ കണ്ടോ ഇതിനൊരു വളർച്ചയില്ല. അപ്പോൾ ഈ വളർച്ചയില്ലാത്ത ചെടിയെയാണ് എനിക്ക് മാറ്റി നടേണ്ടത്. കണ്ടോ അതേ ബാക്കി ചെടികളെന്ന് പറയുന്നത് ഇതിൻ്റെയൊക്കെ പൂക്കളൊക്കെ വന്ന് പോയിരിക്കുന്നതാണ്. നമ്മൾ ആ പൂക്കൾ വന്ന് പോയാലും ഈ കമ്പിനെ മുറിക്കാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് പിന്നെയും മൊട്ടുകൾ വന്നിട്ട് പൂക്കളുണ്ടാകും. അതല്ലെങ്കിൽ നമ്മൾ അവരെ അങ്ങനെ നിർത്തിയിരുന്നാൽ ചിലപ്പോഴാണെങ്കിൽ ഇതിൻ്റെ അറ്റത്തൂന്ന് പുതിയ തൈകൾ, നമ്മൾ കിക്കീസ് എന്നാണ് അതിന് പറയുന്നത്, അത്തരത്തിൽ തൈകൾ ഉണ്ടാകും. അവരെ നമുക്ക് വളർത്തി പുതിയ ചെടികളാക്കി മാറ്റിയെടുക്കാനും പറ്റും. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ പൂക്കൾ വന്നു പോയിരിക്കുന്നതാണ്. ഇത് കണ്ടോ. പിന്നെ അവിടേക്ക് കുറച്ച് ചെടികളാണുള്ളത്. ഇത് കഴിഞ്ഞ ദിവസം നമ്മുടെ അഗ്ലോണിമ നിന്ന സ്ഥലമാണേ. നമുക്ക് ആ അഗ്ലോണിമയെ മാറ്റിയിട്ട് അവിടെ നമുക്ക് പുതിയ ചെടി വെക്കാനുള്ള അവിടെ സെറ്റാക്കണം. ഇനി ഇതൊരു കാറ്റ്ലിയയാണ്. ഇതിനിടയ്ക്ക് വന്ന് പെട്ടുപോയിരിക്കുന്ന ഒരു കാറ്റ്ലിയയാണ്. കാറ്റ്ലിയയും നമ്മുടെ ഡെൻഡ്രോബിയവും ഒക്കെ വീടിൻ്റെ അപ്പുറത്തെ സൈഡിലാണ് ഞാൻ വെക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ ഒരു പ്ലാന്റ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഇത് കണ്ടോ, ഇതുപോലെ ഇങ്ങനെ വരുന്ന ചെടികളുടെ മുറിച്ചെടുത്ത് നമുക്ക് പുതിയ തൈകളാക്കി മാറ്റാം. പക്ഷേ ഭയങ്കര ശ്രദ്ധിച്ചേ ചെയ്യാവുള്ളൂ. അല്ലെ ചിലപ്പം മദർ പ്ലാന്റും പോകും. നമ്മൾ പുതിയതായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ നോക്കിയ ചെടിയും നമുക്ക് ചിലപ്പം നഷ്ടമായേക്കാം. നമുക്കിതൊന്ന് മാറ്റി നടണം ഒരു പ്രാവശ്യം. അപ്പോൾ അത് എല്ലാത്തിനും ഇതുപോലെ കുഞ്ഞു കുഞ്ഞു തൈകൾ വരത്തില്ല. ഇത് കണ്ടോ, ഇതിനും അതുപോലെ തൈകൾ വന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് പുതുതായി മാറ്റി നടാവുന്നതാണ് കേട്ടോ. ഇതെല്ലാം നല്ല സൂപ്പർ പൂക്കളുള്ളതാണ്. ഞാൻ നിങ്ങളെ ഇതിൻ്റെ പൂക്കളെല്ലാം കാണിച്ചു തന്നിട്ടുള്ളതാണ്. ചിലപ്പോൾ ഇനി ഇത് കണ്ടോ വീണ്ടും തീർന്നു കഴിഞ്ഞതിന് ശേഷം ആ മഴ വന്നപ്പം ഈ പൂവിൻ്റെ കമ്പി ഇങ്ങനെ നീണ്ടു നിന്നിട്ട് മഴ നനയും. അതാണ് ഈ പൂക്കളും പോയി പുതിയതായിട്ട് മുട്ട് വരുന്നുണ്ട്. അപ്പം നമുക്ക് മാറ്റി നടാനുള്ള ചെടി ഞാൻ കാണിച്ചു തരാവേ. ഇതാണ് നമുക്ക് മാറ്റി നടാനുള്ള ചെടിയെ. ഇതിങ്ങനെ വളർച്ച മുരടിച്ച് നിൽക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇതിനെ ഒന്ന് മാറ്റി നട്ടേക്കാം എന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതിനെ പൊക്കിയെടുക്കാം. അപ്പം നല്ല വളർച്ചയുള്ള ചെടിയാണെങ്കിൽ ഇപ്പോൾ ഈ ചട്ടിയെ പൊതിഞ്ഞ നിറയെ വേരുകൾ വന്നേനെ. അങ്ങനെ ഇതിന് വേരുകൾ വന്നിട്ടില്ല. നമുക്ക് മാറ്റിയിട്ട് നോക്കാം എന്നാണ് പ്രശ്നം എന്ന്. ഈ ചെടിയെ ഞാൻ ഇതേപോലെ ഇതിൻ്റെ വേരുകൾ എവിടെയെങ്കിലും ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ പതുക്കെ ഒന്ന് ഇളക്കി വിടണേ. അപ്പോൾ ഇതിന് അവിടെ ഇവിടെയൊക്കെ ചെറുതായിട്ട് ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്. ഇളക്കി പോരുന്ന പോലെ കേട്ടോ. കണ്ടോ, ഇതെല്ലാം ഇങ്ങനെ അടി പിടിച്ചിരുന്ന വേരുകളാണ്. അതുപോലെ ഇത് ചിലപ്പോഴകത്തോട്ടൊക്കെ കയറിപ്പോയിട്ടൊക്കെ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള വേരുകൾ ചിലപ്പോൾ നഷ്ടമായേക്കാം. എന്നാലും നമ്മൾ പരമാവധി സൂക്ഷിച്ചേ എടുക്കാവുള്ളൂ. കണ്ടോ, അപ്പോൾ ഇതിനകത്ത് വെള്ളം കൂടിപ്പോയിട്ടോ അങ്ങനെ എങ്ങാണ്ട് പറ്റിയതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെടിയെ അടത്തിയെടുക്കുമ്പോഴേ നമ്മളിതിനകത്ത് നമ്മളിങ്ങനെ ഞെക്കി നോക്കുമ്പം ഉണങ്ങിയ പോലെ നമുക്ക് തിരിച്ചറിയാം. അത്തരത്തിലുള്ള വേരുകളെല്ലാം നമ്മളങ്ങ് മുറിച്ച് കളഞ്ഞേക്കണം കേട്ടോ. എവിടം തൊട്ടാണോ അങ്ങനെ നമുക്ക് മനസ്സിലാകുന്നത് അവിടം തൊട്ട് കളയാം. അപ്പം ഞാനിതെല്ലാം ഒന്ന് മുറിച്ചെടുത്തിട്ട് കാണിക്കാവേ. ഇതുപോലെ മഞ്ഞ നിറത്തിലുള്ള വേര് കണ്ടോ. ഈ മഞ്ഞ നിറത്തിലുള്ള വേര് നമ്മളിങ്ങനെ ഞെക്കി നോക്കുമ്പം നല്ല കട്ടിയുള്ളതാണെങ്കിൽ അതിനെ നമുക്ക് അവിടെ നിലനിർത്തിക്കൊണ്ട് ചെയ്യാം. ബാക്കിയുള്ള ഉണങ്ങിയ വേരുകളെല്ലാം ഞാൻ മുറിച്ച് മാറ്റിയിട്ടുണ്ട്. പരമാവധി വേരുകളിൽ നേരിട്ട് മുറിവ് വരാതിരിക്കാൻ നമ്മൾ നോക്കണം. പക്ഷെ എത്ര ശ്രദ്ധിച്ചെന്ന് പറഞ്ഞാലും ചിലപ്പോൾ അങ്ങനെയൊക്കെ വരും. അത് കുഴപ്പമില്ല, നമുക്കതിനെ പരിഹരിച്ചെടുക്കാം. അപ്പോൾ അതിൻ്റെ തണ്ടൊരെണ്ണം മൂത്ത് കട്ടി പിടിച്ച് നിൽക്കുക. അത് ഉണങ്ങിയതുമാണ് കണ്ടോ. അതങ്ങോട്ട് ഒടിച്ചു മാറ്റി. ഇനി നമ്മൾ എന്നാ ചെയ്യുന്നതെന്നറിയോ? ഇനി നമ്മളിത് ഈ വേരുകളെ ചിലപ്പോൾ മുറിപ്പാടുണ്ടായിരിക്കും, അതെല്ലാം ചേർത്തതേ കണ്ടോ ഞാൻ സാഫ് ഇതിനകത്ത് കലക്കി വെച്ചിരിക്കുവാണേ. ഏതെങ്കിലും ഇത്തരത്തിലുള്ള നല്ലൊരു ഫഞ്ചിസൈഡിനകത്ത് ഇതിൻ്റെ വേര് നല്ല പോലെ മുക്കി വെക്കണം കേട്ടോ. ഞാൻ ഇവിടോട്ട് കുറച്ച് ഈ വേരയിലോട്ട് കുറച്ച് കോരിക്കൂടെ ഒഴിക്കുവാണ്.
നല്ലോണം സാഫ് കലക്കിയെടുത്തിരിക്കുന്ന ലായനിയാണ്. അതിനകത്ത് ഇതുപോലെ നമ്മുടെ ഇതിൻ്റെ വേരിനെ മുക്കി വെച്ചു. ഇനി നമ്മൾ ഈ പാത്രം, ഞാൻ അതേ പാത്രത്തിനകത്തോട്ട് തന്നെയാണ് വീണ്ടും ആ ഓർക്കിഡിനെ നടാൻ പോകുന്നത്. അപ്പോൾ അതിനകത്തിരിക്കുന്ന ഇതേ കണ്ടോ കുറച്ച് സാധനങ്ങളുണ്ട്, അതെല്ലാം നമുക്കങ്ങ് കഴുകിക്കളയാം. കണ്ടോ ഇത് മണ്ണ് പോലെ പൊടിഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ വർഷങ്ങളുടെ പഴക്കമുള്ളതാണ് ഇത്. അപ്പോൾ ഇത് വീണ്ടും ഇങ്ങനെ സാധാരണ നമ്മൾ ഈ ഫലനോപ്സിസ് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് ഇങ്ങനെ ഇളക്കി എടുക്കാതെ വെച്ചേക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ഒന്ന് കഴുകിക്കൊണ്ട് വരട്ടെ. ചട്ടി നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഈ ചട്ടി ഇതൊക്കെ ഒരു 20 വർഷത്തിന് മുന്നേ വാങ്ങിച്ചിരിക്കുന്ന ചട്ടികളുമാണ് കേട്ടോ. ഇപ്പം ഇതൊക്കെ വാങ്ങിക്കണമെങ്കിൽ ഭയങ്കര വിലയാണ്. അന്ന് എനിക്കറിയത്തില്ല, ഇത് 25 രൂപയ്ക്കാണ് എനിക്ക് തോന്നുന്നു ഇത് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താ ഈ ചട്ടിക്ക് സൈഡിലെല്ലാം നല്ല പോലെ ഹോൾസ് ഉള്ള ചട്ടിയാണ്. അങ്ങനെ നല്ല ഏരിയേഷൻ വേണം നമ്മുടെ ഈ ഓർക്കിഡുകൾ, പ്രത്യേകിച്ച് ഫലനോപ്സിസ് നടുമ്പോൾ നല്ല പോലെ വേരുകൾക്ക് വായു സഞ്ചാരം കിട്ടണം. അപ്പം ഞാൻ എൻ്റെ ഈ മൺചട്ടിയാണ് എപ്പോഴും ഇത് വളർത്താൻ നല്ലത്. വില കൂടുതലാണ്, വെയിറ്റും കൂടുതലാണെന്നുള്ളൊരു കുഴപ്പം മാത്രമേ ഉള്ളൂ. ഞാൻ എൻ്റെ ഇതിനകത്തോട്ട് ചെയ്യാൻ പോകുന്നത് എന്നാണെന്നറിയോ, നല്ല കരിക്കട്ട ഞാൻ സാഫിനകത്ത് മുക്കിയിട്ടിരിക്കുവാണേ. അപ്പോൾ ആ കരിക്കട്ടയെ നമ്മൾ ഇതിനകത്തേക്ക് ഇടും. എപ്പോഴും കരിക്കട്ടകൾ വലിയ കഷ്ണങ്ങൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. വലിയ കഷ്ണങ്ങളാണെങ്കിലേ നല്ലപോലെ ഏരിയേഷൻ കിട്ടത്തുള്ളൂ ഇതിന്. അപ്പോൾ അതേ ഇതുപോലെ കുറച്ച് കരിക്കട്ടകൾ ഇതുപോലെ താഴേക്ക് ഇട്ട് കൊടുക്കുവാണേ. അതാകുമ്പം ചേർന്ന് ഒരിക്കലും ഇരിക്കത്തില്ല. ഇതിൻ്റെ വേരുകൾക്ക് ഈ ഹോളിനകത്തൂടെ ഒക്കെ പുറത്തോട്ട് വരാനും സാധിക്കും, നല്ല വായു സമ്പർക്കം കിട്ടുകയും ചെയ്യും. അതിനാണ് നമ്മൾ ഇതുപോലെ കരിക്കട്ട ഇടുന്നത്. പിന്നെ കനവും വളരെ കുറവായിരിക്കും, വെയിറ്റ് തീരെ കുറവായിരിക്കും. പിന്നെ ഇതിൽ നിന്നൊന്നും ഫംഗസുകളുടെ ഒന്നും ശല്യം ഉണ്ടാകാതിരിക്കാനാണ് നമ്മൾ സാഫിനകത്ത് മുക്കി വെച്ചിട്ട് ഇതുപോലെ ഉപയോഗിക്കുന്നത്. അപ്പം എന്തേ ഒരര ഭാഗം വരെ അര പാത്രം കരിക്കട്ട ഇട്ടു. ഇതുപോലെ വലിയ കരിക്കട്ടകളാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ നമ്മുടെ ചെടിയെ എടുത്ത് വെക്കാൻ പോവുകയാണേ. ഈ ചെടിയെ വെക്കും. അപ്പോൾ എപ്പോഴും ഇതിൻ്റെ ചുവട് ഇതിനകത്തുനിന്ന് കുറച്ച് ഉയർന്നിരിക്കണം. ഈ ഇലകൾ ഉണ്ടാകുന്ന ഭാഗം കണ്ടോ, അത് ഈ പോട്ടിംഗ് മിക്സിനകത്തുനിന്ന് കുറച്ച് ഉയർന്നിരിക്കത്തക്ക രീതിയിൽ വേണം നമ്മൾ ഇതിനെ ഇവിടെ പോട്ട് ചെയ്യാനായിട്ട്. അപ്പം ഞാൻ എൻ്റെ ഇത്രയും ഭാഗം വെച്ചു. അപ്പോൾ ഇതിങ്ങനെ തങ്ങി നിൽക്കത്തില്ലല്ലോ, പെടന്നു പോകത്തില്ലേ. അങ്ങനെ തങ്ങി നിൽക്കാൻ വേണ്ടി ചെറിയൊരു ചെരിവ് കൊടുത്ത് ഫലനോപ്സിസ് നടുന്നതാണ് നല്ലത്. കാരണം ഇതിൻ്റെ ഈ കവിളുകളിൽ ഇലയും തണ്ടും ചേരുന്ന ഭാഗത്ത് വെള്ളം കെട്ടി നിന്നാൽ അകത്തേക്ക് ഇറങ്ങാനും അതുപോലെ ഇലകളെ ചീച്ച് കളയാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ചെടി നമുക്കൊരു ഇച്ചിരി ചെരിച്ചു വെക്കാം. അങ്ങനെ വെക്കണമെങ്കിലും നമ്മൾ ഇതിനകത്തേക്ക് ഈ കരിക്കട്ടയുടെ മുകളിലോട്ട് ഈ ചെടി വെച്ചിട്ട് ഞാൻ ഇതുപോലെ തന്നെ സാഫിനകത്ത് മുക്കിയിട്ടിരിക്കുന്ന ചെറിയ ചകിരിത്തൊണ്ടിൻ്റെ കഷ്ണങ്ങളുണ്ട്, സാഫിലാണ് മുക്കിയിട്ടിരിക്കുന്നത്. അപ്പോൾ അത് എല്ലാം പണ്ട് കാലം മുതലേ ഞാൻ ഇതുപോലെ ഓർക്കിഡുകൾ നടുമ്പോൾ ചകിരി കഷ്ണങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ചകിരി മാത്രമല്ല, ഇപ്പം നമ്മൾ അതിൻ്റെ അടിയിലേക്ക് നല്ല പോലെ കരിക്കട്ട ഇട്ടിട്ടുണ്ടല്ലോ, അതിൻ്റെ മുകളിൽ അതിന് കരിക്കട്ട ഒട്ടും തന്നെ വെള്ളത്തിനെ അങ്ങനെ പിടിച്ചു നിർത്തത്തില്ല. അപ്പം ചെറിയൊരു വെള്ളം തങ്ങി നിൽക്കാൻ, ഒരു നനവ് ഇതിനകത്ത് നിൽക്കാൻ വേണ്ടിയിട്ട്, വെള്ളം കെട്ടിക്കിടക്കാനല്ല നനവ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പിടി ചകിരിച്ചോറ് ഇതിനകത്ത് കുതിർത്തതിട്ട്, ഇപ്പം ഇതിന് അടിവഴി വെള്ളം വരുന്നുണ്ട്. അതിനകത്ത് നമ്മൾ ആ ചകിരിച്ചോറൊക്കെ മുക്കിയിട്ടതിൻ്റെ വെള്ളമാണ്. ഇനി ഇതിനെ ഇവിടെ ഉറപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ കണ്ടോ കട്ടയുടെയൊക്കെ കഷ്ണങ്ങൾ, ഓടിൻ്റെയൊക്കെ കഷ്ണങ്ങൾ മുക്കിയിട്ടിട്ടുണ്ട് സാഫിനകത്ത്. അത് നമ്മൾ എടുക്കും. എന്നിട്ട് ഇതിനെ ഒന്ന് ചെറുതായിട്ട് പൊട്ടിച്ചെടുക്കാനുണ്ട്. ഇതുപോലുള്ള ഓടിൻ്റെ കഷ്ണങ്ങളെ നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കും. ഇതുപോലെ ഒന്ന് ഉറച്ചിരിക്കാനാണ്. ഓർക്കിഡുകൾ നമ്മൾ മാറ്റി നടുമ്പോഴും ചുവട് പിടിപ്പിക്കുമ്പോഴും ഒക്കെ അതിൻ്റെ ചുവട് കാറ്റത്താടിയും ഇളകിയൊന്നും പോകാതെ ഉറച്ചിരുന്നെങ്കിൽ മാത്രമേ പെട്ടെന്ന് വേരുകൾ വരത്തുള്ളൂ. അപ്പോൾ ഉറച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കട്ട കഷ്ണങ്ങളെ ഇങ്ങനെ കൊടുത്തത് കേട്ടോ. ഈ സ്വാഗ്നം മോസൊക്കെ വെച്ചിട്ട് വേണമെങ്കിൽ നടാം, എനിക്ക് ഇതൊന്നും ഇല്ല, അതൊക്കെ ഭയങ്കര വില കൂടിയ സാധനങ്ങളാണ്. ഇതിപ്പം സാധാരണക്കാരൻ്റെ പരിപാടിയാണ്. അപ്പം നമ്മളിത് ഇതുപോലെ ഇതിനെ ഉറപ്പിച്ച് നിർത്തി. ഇനി ഇങ്ങനെ ഇത് ഉറച്ചു നിൽക്കുവാണെങ്കിൽ ഒരു 2 ആഴ്ച കൊണ്ട് തന്നെ ഇതിൽ നിന്ന് പുതിയ വേരുകൾ വന്നു തുടങ്ങും. അപ്പോൾ വേരുകൾ വന്നു തുടങ്ങുമ്പോൾ ഞാൻ നിങ്ങൾക്കിത് കാണിച്ചും തരാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നഷ്ടപ്പെട്ടു പോയേക്കാവുന്ന പാകത്തിൽ നിൽക്കുന്ന ഫലനോപ്സിസിൻ്റെ ചെടികളുണ്ടെങ്കിൽ നിങ്ങളും ഇതേപോലെ മാറ്റി നട്ട് അവരെ നഷ്ടപ്പെടുത്താതെ വീണ്ടെടുക്കണം. ഓർക്കിഡുകളുടെ അത് ഡെൻഡ്രോബിയം ആയാലും ഗ്രൗണ്ട് ഓർക്കിഡ് ആയാലും ഫലനോപ്സിസ് ആയാലും ഏതിനത്തിലുള്ള ഓർക്കിഡുകളായാലും അതിൻ്റെ പരിചരണത്തെക്കുറിച്ചോ മാറ്റി നടീലിനെ കുറിച്ചോ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതലായിട്ട് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളുടെ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക. ഞാനതൊരു ദിവസം അതിൻ്റെ വീഡിയോ ചെയ്ത് കാണിക്കാവേ. അപ്പം ഞാൻ ഇത് എല്ലാം സെറ്റാക്കി വെച്ചിട്ട് ഇത് നമ്മൾ ആ എടുത്ത സ്ഥലമില്ലേ
അവിടോട്ട് കൊണ്ടുവന്ന് അതേപോലെ തൂക്കിയിടുവാണ്. അവിടെ ആണെങ്കിൽ കണ്ടമാനം ഒരു ചൂടൊന്നും അടിക്കുന്ന സ്ഥലമല്ല. ഫലനോപ്സിസിന് കണ്ടമാനം ചൂട് ഒട്ടും പറ്റത്തില്ല. ഇതിൻ്റെ ഇലകൾക്കും ചെറിയ ചെറിയ ഒരു ചെറിയ കീടങ്ങളുടെ ശല്യമോ ഏതാണ്ടൊക്കെ വന്നിട്ടുണ്ട്. ചെറുതായിട്ട്, ഒത്തിരി അധികം വേണ്ട. ഒത്തിരി അധികം നിന്ന് കഴിഞ്ഞാൽ ഒന്നാമത് ഇപ്പം മാറ്റി നട്ടതല്ലേ നമ്മൾ, അപ്പം അതിൻ്റെ ഒരു ഷോക്കൊക്കെ ഈ ചെടിക്ക് കാണും. അപ്പം തീരെ കണ്ടോ ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് നമുക്ക് തൂക്കിടാം കേട്ടോ. ഇവിടേക്ക് ഇതേപോലെ തന്നെ ഇട്ടാൽ മതി. ഇനി ഇത് ചുവട് പിടിച്ചാണോ കിട്ടുന്നത് അതോ നഷ്ടപ്പെട്ടു പോകുവാണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് വീണ്ടും ഇത് കാണിച്ചു തരാം കേട്ടോ. ഏറ്റവും എളുപ്പത്തിൽ ഫലനോപ്സിസ് മാറ്റി നടുന്ന രീതി കണ്ടല്ലോ. ഇതേപോലെ മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.